അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നോക്കാം. ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ. നമ്മൾ നേരത്തെ ഡേറ്റ മൂവ്മെൻറ്റിന് ഷിഫ്റ്റ് രജിസ്റ്റർ കണ്ടായിരുന്നു. ആ ഓരോ മൂവ്മെൻറ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് സീസോ, സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഷിഫ്റ്റഡ് സീരിയലിയാണ്. അതായത് 1 ബിറ്റ് പെർ ക്ലോക്ക് പൾസ്. ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുന്ന ഒന്ന് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്ലോക്ക് പൾസിൽ അടുത്തതിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നാലാമത്തെ ക്ലോക്ക് പൾസിൽ അടുത്തതിലേക്ക്. ഇപ്പോൾ 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററാണ് നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത്. ഇപ്പോൾ സീരിയലി മാത്രമേ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഓരോ ഷിഫ്റ്റിനും ഓരോ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കണം. അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സീരിയലി ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ട് കൊടുത്ത് 4 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ക്ലോക്ക് പൾസ് ആവുമ്പോൾ മാത്രമേ നമുക്ക് സീരിയലി ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സീരിയൽ ഇൻ സീരിയൽ ഔട്ട്പുട്ടിലാണെങ്കിൽ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് സീരിയലിയാണ് 1 by 1 ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓരോ ബിറ്റും ഷിഫ്റ്റ് ചെയ്യുന്നത് ഓരോ ക്ലോക്ക് പൾസിലാണ്. ഇനി സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ഇൻപുട്ട് നമ്മൾ ഗിവൺ ചെയ്യുന്നത് സീരിയലിയാണ്, പക്ഷേ ഔട്ട്പുട്ട് എടുക്കുന്നത് പാരലലിയാണ്. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് പാരലലായിട്ട് റിട്രീവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പാരലലി അറ്റ് ദ സെയിം ടൈം ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ പാരലലായിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ നമുക്കിനി ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ദെൻ പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഗിവൺ ചെയ്യുന്നത് പാരലലായിട്ടും ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് സീരിയലായിട്ടുമാണ്. ദാറ്റ് ഈസ് 1 ബിറ്റ് അറ്റ് എ ടൈം. സീരിയലി എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം മാത്രമേ അടുത്ത കയറ്റി വിടാൻ പറ്റത്തുള്ളൂ, അല്ലേ? ദാറ്റ് ഈസ് ഒരു ക്ലോക്ക് പൾസ് വേണം ഒരു ബിറ്റിന് എടുക്കാനും കയറ്റി വിടാനും ഒക്കെ. പക്ഷേ പാരലൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പൾസിൽ തന്നെ അറ്റ് ദ സെയിം ടൈം പല ആൾക്കാരിൽ നിന്നും പല ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ഇറങ്ങി വരിക. ഇപ്പോൾ പാരലൽ ഇൻ പാരലൽ സീരിയൽ ഔട്ടിൻ്റെ കേസിൽ ഇൻപുട്ട് ഗിവൺ ചെയ്യുന്നത് പാരലലിയും ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് സീരിയലിയാണ്. ദാറ്റ് ഈസ് 1 ബിറ്റ് അറ്റ് എ ടൈം ആണ്. ഇനി പാരലൽ ഇൻ പാരലൽ ഔട്ട്, ഇവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സൈമിൾട്ടേനിയസ് ആയിട്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന വൺസിലാണ്. അതായത് ആഫ്റ്റർ 1 ക്ലോക്ക് ഡ്യൂറേഷൻ കഴിയുമ്പോൾ 1 ഡ്യൂറേഷൻ ഓഫ് ക്ലോക്ക് പൾസ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തിരിക്കുന്ന എല്ലാ ഔട്ട്പുട്ടും കിട്ടും. ഇത്രയേ ഉള്ളൂ. സീരിയലായി ഇൻപുട്ട് ചെയ്ത് സീരിയലി ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ക്ലോക്ക് പൾസ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓരോ ബിറ്റിനെയും നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? നാലാമത്തെ ക്ലോക്ക് പൾസിലെ ആദ്യം നമ്മൾ എൻ്റർ ചെയ്തതിന് നമുക്ക് പുറത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. സീരിയലി മാത്രമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുമ്പം ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ഔട്ട്പുട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ സീരിയൽ ഇൻ പാരലൽ ഔട്ട് നോക്കാം. സീരിയൽ ഇൻ പാരലൽ ഔട്ട് നോക്കാം. ഓക്കെ, അതിനുള്ള ഫിഗേഴ്സ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു. ഇതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് തരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 4 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രജിസ്റ്ററിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എത്ര ബിറ്റാണ് ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങ് വരച്ചാൽ മതി, സിമ്പിൾ. ഓക്കെ, ഈ ഫിഗർ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് 4 ബിറ്റിൻ്റെയാണ് നമ്മളിവിടെ 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിംബോളിക് റെപ്രസെൻറ്റേഷൻ, നമ്മളിവിടെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിയുടെ ഇൻപുട്ട് കൊടുത്തു. ദെൻ ഇവിടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നില്ല, ഒരു ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിന് ഞാൻ എ എന്ന് പറയുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നും, ഇത് ബി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് സി എന്നും, ഇത് ഡി എന്നും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QA വെച്ച് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് QB വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് QC, ഇതിൻ്റെ ഔട്ട്പുട്ട് QD. ഓക്കെ, QB QA. ഇത് ഡി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കയറി വരുന്നത്
ഈ ക്യു എ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ഇവിടുത്തെ ഡി ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡി ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ക്യു ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടും ഇവിടുത്തെ ഡി ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യു സി എന്ന് പറയുന്ന ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഇങ്ങനെ വേണം വരയ്ക്കാൻ. തീർന്നിട്ടില്ല. ഇനി ഇവരെല്ലാവർക്കും കൂടെ സെയിം ക്ലോക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, അപ്പോൾ ക്ലോക്ക് അപ്ലൈ ചെയ്യണം. സെയിം ക്ലോക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെയിം ക്ലോക്കിന് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതെന്ന് കാണിക്കാൻ ഞാൻ വേറൊരു കണക്ഷനും കൂടെ കൊടുക്കുന്നു. ഓക്കെ, നിന്നോട്ടെ. ഇപ്പോൾ ഈ വരച്ച കണക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ക്ലോക്കും ഈ ഇൻപുട്ടും മാത്രം കാണിച്ചാൽ മതി. ഇത് നമ്മുടെ സീരിയലി ഇൻ പാരലൽ ഔട്ടാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. ഇത് സപ്പോസ് ഇത് നമ്മുടെ സീരിയൽ ഇൻ സീരിയൽ ഔട്ടിൻ്റെ ഫിഗറാണ്. ഓക്കെ, സീരിയലായിട്ട് ഇൻപുട്ട് ചെയ്യുന്നു, സീരിയലായിട്ട് ഔട്ട് ചെയ്യുന്നു. ഒറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പറയുന്നത് സീരിയൽ ഇൻ സീരിയൽ ഔട്ടാണ്. സിപോയാണ് നമ്മൾ പറയുന്നത്, സിപോ. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മുടെ ഫിഗർ ഇതിൽ മാറ്റമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സീരിയൽ ഇൻപുട്ട് ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മറ്റൊന്നിൻ്റെ ഇൻപുട്ട് ഇങ്ങനെ സീരിയൽ. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാരലലാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു ക്ലോക്ക് പൾസിൽ തന്നെ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്യു എ നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ക്യു ബി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ക്യു സി നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ക്യു ഡി നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് പാരലലി നമുക്ക് അവൈലബിൾ ആണ്. സീരിയലി എന്ന് പറഞ്ഞാൽ ഇത് നേരെ നമുക്ക് ഇവിടെ നിന്നേ അവൈലബിൾ ആവത്തുള്ളൂ. ദാറ്റ് ഈസ് അവിടെ അപ്പോൾ ഓരോ ക്ലോക്ക് പൾസും കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നത് എത്തണം എന്നുണ്ടെങ്കിൽ നാലാമത്തെ ക്ലോക്ക് പൾസ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ആദ്യം നമ്മൾ കൊടുത്തത് എത്തണം എന്നുണ്ടെങ്കിൽ നാലാമത്തെ കഴിഞ്ഞ് അഞ്ചാമത്തേലേ എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സീരിയലി ഇൻപുട്ട് കൊടുക്കുന്നു, ഇതിന് സീരിയലി ഇവിടെ ഇരിക്കുന്നത് ഇവിടേക്ക് കൊടുക്കുന്നു, ഇവിടെ ഇരിക്കുന്നത് ഇവിടേക്ക് കൊടുക്കുന്നു, ഇവിടെ ഇരിക്കുന്നത് ഇവിടേക്ക് കൊടുക്കുന്നു. ദെൻ ഔട്ട്പുട്ട് എടുക്കുന്നത് പാരലലിയാണ്. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്യു എയിൽ നിന്നും സൈമിൾട്ടേനിയസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വൺസ് ഒറ്റ ക്ലോക്ക് പൾസിൽ തന്നെ ഇവർ 4 പേരിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് റിസീവ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. സപ്പോസ് എനിക്ക് ഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, എനിക്ക് ഈ രജിസ്റ്ററിനകത്ത് ഒരു 1010 എന്ന് പറയുന്ന ഡേറ്റ എനിക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്ററാണ്. അപ്പം ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. LSP ആണ് 0, MSP ആണ് 1. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 1010 ഇതിനകത്ത് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് 0 ഇവിടെ സ്റ്റോർ ചെയ്യണം, 1 ഇവിടെ സ്റ്റോർ ചെയ്യണം, 0 ഇവിടെ സ്റ്റോർ ചെയ്യണം, 1 ഇവിടെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 0യെ കയറ്റി വിടണം, എന്നിട്ട് അതിനിവിടെ എത്തിക്കണം. ഓക്കെ, ദെൻ 1നെ കയറ്റി വിട്ട് ഇവിടെ എത്തിക്കണം, ദെൻ 0 ഇവിടെ കയറ്റി വിടണം. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നിരിക്കുന്നു, രണ്ടാമത്തെ ഇവിടെ തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നത് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ദെൻ മൂന്നാമത്തെ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നത് ഇവിടേക്ക് പോവും, ഇവിടെ ഇരുന്നത് ഇവിടേക്ക് വരും, ദെൻ പുതിയതായിട്ട് കൊടുത്തത് ഇവിടെ വരും. നാലാമത്തെ കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നത് ഇവിടെ പോവും, ഇവിടെ ഇരുന്നത് ഇവിടെ വരും, എയിനകത്ത് ഇരുന്നത് ബിക്കകത്ത് വരും, ദെൻ പുറത്തുനിന്ന് കയറി വരുന്നത് എക്കകത്തിരിക്കും. അതാണ് ഷിഫ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഡേറ്റ മൂവ്മെൻറ്റ്. ഇങ്ങനെയാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ വരച്ചുകൊണ്ട് കാണിക്കാം. നമ്മുടെ ഡി ഇൻപുട്ട് ക്യു എയുടെ ഔട്ട്പുട്ട് എന്ത് വരും, ക്യു ബി എന്ത് വരും, ക്യു സി എന്ത് വരും, ക്യു ഡി എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഇൻപുട്ടാണ് ഞാൻ കൊടുക്കുന്നത്. 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ് ഫസ്റ്റ് നമ്മൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 0 ഇൻപുട്ട് കൊടുക്കുന്ന കേസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ടു 0 ആയിരിക്കും അല്ലേ. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ടു 0 ആയിരിക്കും. ഒരു ക്ലോക്കും കൊടുത്തില്ല എന്നുള്ള കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് ഞാൻ ഡിയിൽ ഒരു 0 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് 0 എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുവാണ്. ഈ ഫസ്റ്റ് 0 എന്ന് പറയുന്ന സാധനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ ഫസ്റ്റ് ക്ലോക്കിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഡിയിൽ എന്ത് ഇൻപുട്ട് കൊടുത്താലും ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെയാണല്ലേ. റൈസിങ് അല്ലെങ്കിൽ ഫാളിങ് എഡ്ജിൽ അല്ലെങ്കിൽ പ്രസൻസിൽ മാത്രമേ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ലാച്ചസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഞാൻ 0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. ഇത് ക്ലോക്ക് അപ്ലൈ ചെയ്യാത്ത കേസാണ്. ഇത് ഞാൻ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നു. 0 എന്ന് പറയുന്ന ഡി ഇൻപുട്ട് കൊടുത്തു. 0 എന്ന് പറയുന്ന ഡി ഇൻപുട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, സെക്കൻഡ് ഞാനൊന്ന് വരച്ചോട്ടെ. 0 എന്ന് പറയുന്ന നമ്മളൊരു ക്ലോക്കിൻ്റെ പ്രസൻസിൽ ഡിയിൽ 0 ഇൻപുട്ട് കൊടുക്കുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായിരിക്കും നമുക്ക് തരുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ടു 0യും
ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു 1. അപ്പോൾ 0 കൊടുത്താൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റോർ ചെയ്യും, 0 സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ക്യൂ എയിലെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന 0 ആയിരിക്കും. അതേസമയം ക്യൂ ബിയിൽ എന്തായിരിക്കും കിട്ടുന്നത്? ക്യൂ ബിയിൽ കിട്ടുന്നത് 0 ആയിരിക്കും, ക്യൂ സിയിൽ 0 ആയിരിക്കും, ക്യൂ ഡിയിൽ, ബിക്കോസ് സീരിയലി ആണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 ക്ലോക്ക് പൾസിൽ ഇവിടെ മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ, അടുത്ത ക്ലോക്ക് പൾസിൽ ഇവിടേക്കൊക്കെ പോകത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത അപ്പം ഞാൻ അടുത്ത ക്ലോക്ക് പൾസിൽ ആരെ എൻ്റർ ചെയ്യാൻ പോവാണ്? അടുത്ത ക്ലോക്ക് പൾസിൽ ഞാൻ ഈ 1നെ കയറ്റി വിടാൻ പോവുകയാണ്. ഈ ലീസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇതിനെ ആദ്യം വിട്ടു, ഇതിനെ രണ്ടാമത് വിടുവാണ്. ദെൻ 1 ഇവിടെ കയറുന്നു, ഫസ്റ്റ് 0 കൊടുത്തു, ദെൻ അടുത്ത 1 കയറ്റുവാണ്. 1 കയറിയപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിച്ചു? ഇത് ഞാൻ 0th ക്ലോക്ക് പൾസ് എന്നും ഇത് 1ാമത്തെ ക്ലോക്ക് പൾസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ 1 കൊടുത്തു, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു ഡിയിൽ 1 കൊടുത്തപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു എന്തായി? ഈ ക്യൂ എക്കകത്ത് 1 ആയി. ക്യൂ എക്കകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു 1 ആയി. അതേസമയം ക്യൂ എക്കകത്ത് ഉണ്ടായിരുന്നതാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത്. ആ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വന്നപ്പോൾ ക്യൂ എക്കകത്ത് നേരത്തെ എന്തായിരുന്നു ഇരുന്നത്? നേരത്തെ ഇരുന്നത് 0 ആയിരുന്നല്ലേ. ആ 0 ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഇൻപുട്ടായിട്ട് വന്നു. അത് ക്യൂ ബി എന്തായിരിക്കും ഔട്ട്പുട്ട് തരുന്നത്? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് 0 കൊടുത്തപ്പോൾ അത് 0, ഇൻപുട്ട് 0, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ടു 0. ദെൻ പിന്നെ ഇവിടെ 0 തന്നെയാണ്, സോ റീസെറ്റ് ടു 0, ദെൻ സോ റീസെറ്റ് ടു 0. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 1ഉം 0യും ഇവിടെ കയറിയിട്ടുണ്ട്, ഇവിടെയും ബാക്കിയെല്ലാം നേരത്തെ റീസെറ്റ് കണ്ടീഷൻ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വരുവാണ്. അടുത്ത ഇത് രണ്ടാമത്തെ ക്ലോക്കിലാണ് കൊടുത്തത്. ഇനി മൂന്നാമത്തെ ക്ലോക്കിൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഇത് കയറ്റി വിടണം, ഈ 0. സോ ഈ 0 ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് സംഭവിക്കും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഞാൻ 0 കയറ്റി വിട്ടു, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ടു 0 ആവും. ദെൻ നെക്സ്റ്റ് ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്ത് സംഭവിക്കും? ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇവിടെ നിന്ന് ക്യൂ എയുടെ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ക്യൂ എയുടെ ഔട്ട്പുട്ടാണ് ക്യൂ ബിയുടെ ഇൻപുട്ട്. സോ 1 ആണ് ഇവിടേക്ക് വരുന്നത്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു 1. ദെൻ ഈ ക്യൂ സിയിലാണെങ്കിൽ ഇൻപുട്ടായിട്ട് വരുന്ന ക്യൂ ബിയുടെ ഔട്ട്പുട്ടാണ്. സോ 0 ആണ് ഇൻപുട്ടായിട്ട് വരുന്നത്. സോ റീസെറ്റ് ടു 0. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഡിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യൂ സിൻ്റെ ഔട്ട്പുട്ടാണ്. സോ 0 അത് 0യിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 0, 1, 0, 0 ഇങ്ങനെ കിട്ടി. ഇനി ലാസ്റ്റ് 1ഉം കൂടെ ഞാൻ MSBയിലെ 1ഉം കൂടെ കയറ്റി വിടും. 4ാമത്തെ ക്ലോക്ക് പൾസിൽ 1 കയറ്റി വിടുവാണ്. 4ാമത്തെ ക്ലോക്ക് പൾസിൽ 1 കയറ്റി വിടുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ടു 1 ആവും. ദെൻ ക്യൂ എയുടെ നേരത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ആ 0 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ആകുമ്പോൾ അതിൽ ഔട്ട്പുട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തരുന്ന ഔട്ട്പുട്ട് 0. ദെൻ ഈ 1 ആണ് ക്യൂ സിയുടെ ഇൻപുട്ടായിട്ട് പോകുന്നത്. സോ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഇസ് 1. ദെൻ ഈ 0 ആണ് ഇവിടുത്തെ ഇൻപുട്ടായിട്ട് പോകുന്നത്. സോ 0 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് 0. സോ 4ാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 0 1 0 എന്ന് പറയുന്ന എൻ്റെ ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്തു. 1 0 1 0 ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, എൻ്റെ 1 0 1 0 അതിനകത്ത് സ്റ്റോറായി. ഇനി അതെനിക്ക് ഈ അറ്റ് ദ സെയിം ടൈം തന്നെ എനിക്ക് ഇവിടെ എന്ത് തരുന്നുണ്ട്? ക്യൂ എയും ക്യൂ ബിയും ക്യൂ സിയും പാരലി എനിക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. സീരിയലിയാണ് ഇൻപുട്ട് കയറ്റി വിടുന്നത്. സോ എനിക്ക് സീരിയൽ ഇൻ പാരലൽ ഔട്ടിൽ കറക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ 4ാമത്തെ ക്ലോക്ക് പൾസിന് ശേഷം മാത്രമേ എനിക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. കാര്യം എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്നത് സീരിയലിയാണ്. ഓക്കെ, അപ്പോൾ സീരിയലി മാത്രമേ എന്നെ ഷിഫ്റ്റ് ചെയ്ത് 4ലും കറക്റ്റ് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട്സ് വരണം എന്നുണ്ടെങ്കിൽ 4 ക്ലോക്ക് പൾസ് കഴിയണം. ഇത്രയേ ഉള്ളൂ. സീരിയലായിട്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ക്ലോക്ക് പൾസിലും മാത്രമേ ഓരോ ഡേറ്റ മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. പാരലി ആണെന്നുണ്ടെങ്കിൽ പാരലായിട്ട് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും റിസീവ് ചെയ്യും. ഓക്കെ, ഇതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ടിൻ്റെ കേസ്.